വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ചാപ്റ്റർ ആണ് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്രാഫുകളുടെ ഏരിയയിലേക്ക് എത്തുമ്പോഴാണ് അല്ലേ? അപ്പൊ ഈ ഗ്രാഫുകൾ വരയ്ക്കാൻ തുടങ്ങുന്ന മുതൽ അത് കഴിഞ്ഞിട്ട് അതിലെ സ്ലോപ്പ് എന്താണ്, വൈ ഇന്റർസെപ്റ്റുകൾ എന്താണ്, രണ്ട് ലൈൻസിന്റെ സ്ലോപ്പുകൾ സെയിം ആയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് തുടങ്ങി കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് അതെല്ലാം സെറ്റാക്കി തരാനാണ് മിസ് വന്നിട്ടുള്ളത്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നോക്കുക, ഇവിടെ y ഈക്വൽ ടു 2x-1 എന്ന് പറയുന്ന ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് ആണ് മിസ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ലീനിയർ ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള വേരിയബിൾസിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് എന്ന് പറയുന്നത്, അതായത് വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ 1 ആണെങ്കിൽ അതിന് നമുക്ക് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം. ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലൈൻ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. ലൈനിന്റെ ഇക്വേഷന്റെ, ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: y ഈക്വൽ ടു ax പ്ലസ് ബി. അതായത് ഇതാണ് നമ്മളുടെ ലൈനിന്റെ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഇത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ എക്സിന്റെ കൂടെ വരുന്നത് ആരാണോ അതാണ് നമ്മളുടെ എ വാല്യൂ എന്ന് പറയുന്നതും, ബിയുടെ കൂടെ വരുന്ന ബി ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആരാണോ അതാണ് ബി വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്നത് 2 ആണെന്നും ബി എന്ന് പറയുന്നത് -1 ആണെന്നും ആലോചിക്കുക. ഇവിടെ പ്ലസ് ബി ആണ്, ഇവിടെ -1 ആണ്. ഇവിടെ പ്ലസ് ആയിരുന്നു വരേണ്ടത്, ഇവിടെ -1 വന്നത് കാരണം ഇവിടെ -1 ആയതുകൊണ്ടാണ്. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇനി ഇവരാരാണ്? ഇവിടെ എ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ സ്ലോപ്പാണ്, അഥവാ ചരിവ് എന്ന് നമുക്ക് പറയാം. ഈ ലൈൻ എത്രത്തോളം ചരിഞ്ഞു നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ എയുടെ വാല്യൂ ആണ്. ബിയുടെ വാല്യൂ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ y ആക്സിസിനെ എവിടെ പോയി കട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ ലൈനിന് y ആക്സിസിനെ എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ കട്ട് ചെയ്തത് ഈ -1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് അല്ലേ? -1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മളുടെ ലൈന് വന്ന് കട്ടായിട്ടുള്ളത്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, ഇവിടെയുള്ള ബി വാല്യൂ എന്ന് പറയുന്നത് -1 ആയതുകൊണ്ട്. അപ്പൊ ഇതേപോലെയുള്ള വേറൊരു ഇക്വേഷൻ നമുക്ക് എടുത്തു നോക്കാം. y ഈക്വൽ ടു 2x+1. ജനറൽ ഫോം ഇങ്ങനെയാണ്. ജനറൽ ഫോം നമുക്കിപ്പോൾ അറിയാം, y ഈക്വൽ ടു ax പ്ലസ് ബി. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് വെറും +1 ആണ്. കാരണം ഇവിടെ ബിയുടെ വാല്യൂ +1 ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. സ്ലോപ്പിന് ഒരു മാറ്റമില്ല, ചരിവ് സെയിം ആണ്. ആരാണ് മാറുന്നത്? ബി വാല്യൂ മാറി +1 ആയി. ബി എന്താണ് തീരുമാനിക്കുന്നത്? y ആക്സിസിനെ എവിടെ പോയി കട്ട് ചെയ്യണം. ഈ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ y ആക്സിസിനെ 1ലാണ് കട്ട് ചെയ്യുന്നത്. സോ ബി ഈക്വൽ ടു 1. ഇനി ഒരു ലൈൻ കൂടെ കാണിച്ചു തരാം. ഒരു ഗ്രാഫാണ്. 3 ലൈൻസ് ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ ലൈൻ, ഇത് രണ്ടാമത്തെ ലൈൻ, ഇത് മൂന്നാമത്തെ ലൈൻ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 ലൈനിനും സ്ലോപ്പുകൾ സെയിം ആണ്. ഇവിടെ 2, ഇവിടെ 2, ഇവിടെയും 2. അതായത് ഈ 3 ലൈൻസിന്റെയും എ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്, 2 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 3 ലൈൻസിന്റെയും സ്ലോപ്പുകൾ എന്താണ്? സെയിം ആണ്. സ്ലോപ്പുകൾ സെയിം ആകുക എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ചരിവ് സെയിം ആണ്. ദാറ്റ് മീൻസ് ഈ ലൈനുകളൊക്കെ തന്നെ പാരലൽ ആണ്. സ്ലോപ്പുകൾ സെയിം ആണെങ്കിൽ അവരെന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇനി ഇവരുടെയൊക്കെ y ഇന്റർസെപ്റ്റ് നോക്കിക്കോ. ആദ്യമുള്ള ആളത് -1 ആണ്, രണ്ടാമത്തെ ആളത് +1 ആണ്, മൂന്നാമത്തെ ആളത് +5 ആണ്. അതായത് ഈ ലൈൻ കട്ട് ചെയ്യുന്നത് 5ലാണ്, ഇത് കട്ട് ചെയ്യുന്നത് 1ലാണ്, ഇത് കട്ട് ചെയ്യുന്നത് -1ലാണ്. സ്ലോപ്പ് സെയിം ആണ്, y ഇന്റർസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പാരലൽ ലൈൻസ് ആയിരിക്കും, y-നെ പല സ്ഥലത്ത് പോയിട്ട് ഇത് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം സ്ലോപ്പ് സെയിം ആണ്, y ഇന്റർസെപ്റ്റുകൾ മാറി മാറി വരുന്നു. അതിനനുസരിച്ച് ഗ്രാഫ് നീ പോകും. പക്ഷേ സ്ലോപ്പ് സെയിം ആയതുകൊണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. ഇനി y ഇന്റർസെപ്റ്റുകൾ സെയിം ആയാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾക്ക് 3 ലൈൻസിന്റെ ഇക്വേഷൻ കാണാം. 3 ലൈൻസ് ഏതൊക്കെയാ നമുക്കൊന്ന് എഴുതി നോക്കാം. y ഈക്വൽ ടു 2x, y ഈക്വൽ ടു x, y ഈക്വൽ ടു 1/2x. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും +0
+0 ജനറൽ ഫോമിലേക്ക് ആക്കുമ്പോൾ എല്ലാം എന്ത് വന്നു? +0 എന്ന് വന്നു. കാരണം ഇവിടെ ഒന്നും ആരില്ല, y ഇന്റർസെപ്റ്റ് ഇല്ല. ഇവിടെ ആരും y ഇന്റർസെപ്റ്റ് ഇല്ല. എല്ലാം എന്താണ്? 0 എന്ന് നമ്മൾ കൊടുത്തതാണ് ജനറൽ ഫോമിലേക്ക് ആക്കാനായിട്ട്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ ലൈൻസുകളെല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നത് ഒരു കോമൺ പോയിന്റിലാണ്, ദാറ്റ് ഇസ് 0. ഇവരുടെ എല്ലാവരുടെയും y ഇന്റർസെപ്റ്റ് 0 ആണ്. അപ്പോൾ ഈ ലൈൻസ് 3 മീറ്റ് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി സ്ലോപ്പുകൾ നോക്കുക. ഇത് 2 ആണ്, ഇത് 1 ആണ്, ഇത് 1/2 ആണ്. ഇത് 2 ആണ്, ഇത് 1 ആണ്, ഇത് 1/2 ആണ്. ഇത് ചെറിയ സ്ലോപ്പ്, ഇത് കുറച്ചുകൂടെ വലിയ സ്ലോപ്പ്, ഇത് അതിലും വലിയ സ്ലോപ്പ് അല്ലെ. സ്ലോപ്പ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമ്മുടെ ചരിവ് ഇങ്ങനെ കൂടി 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 വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റെഡി? അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രാഫുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാം ഈ 2 ഗ്രാഫിലുണ്ട്. ഇപ്പൊ ഈ ഒരു പോയിന്റുകൾ, ഈ 3 പോയിന്റ് ആണ് ഈ ചാപ്റ്ററിൽ ഗ്രാഫിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് y = ax + b എന്ന് പറയുന്നതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ a എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. രണ്ടാമത്തത് നമ്മളുടെ സ്ലോപ്പിന്റെ വാല്യൂ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് എന്താകും? പാരലൽ ആകും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ചേഞ്ചസ് വൈൽ y ഇന്റർസെപ്റ്റ് റിമെയിൻ ഫിക്സ്ഡ്. അത് മൂന്നാമത്തെ പോയിന്റ് ആണ്. ഇഫ് വി ചേഞ്ച് ദ വാല്യൂ ഓഫ് b കീപ്പിംഗ് ദ വാല്യൂ ഓഫ് a ഫിക്സ്ഡ് then line shift remains parallel to the original line. നമ്മൾ a മാറ്റാതെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, സ്ലോപ്പ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പാരലൽ ആയിട്ട് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സ്ലോപ്പ് ഫിക്സ് ചെയ്തു, നമ്മൾ എന്ത് മാറ്റുവാണ്? y ഇന്റർസെപ്റ്റ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് പാരലൽ ആയിട്ട് വരും. ഇനി നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? y ഇന്റർസെപ്റ്റ് കോൺസ്റ്റന്റ് ആക്കി വെച്ച് നമ്മുടെ സ്ലോപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഇങ്ങനെ മാറി മാറി നമ്മുടെ ക്ലോക്കിന്റെ നീഡിലൊക്കെ തിരിയില്ലേ, അതേപോലെ ഇതിങ്ങനെ മാറി മാറി വരും. പക്ഷെ y ഇന്റർസെപ്റ്റ് അഥവാ b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ഷുവർ ആയിട്ടും ചോദ്യങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അടിപൊളിയായിട്ടും എല്ലാ ചാപ്റ്റേഴ്സും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. നാളെയും കൂടിയാണ് നമ്മളുടെ മൺസൂൺ ഓഫർ വരുന്നത്. ഓഫർ തീരുന്നതിന് മുമ്പ് സീറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ചിനി പഠിക്കാം.